أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. മനുഷ്യരെ, നിങ്ങളെ ഒരേ ആത്മാവിൽ നിന്ന് സൃഷ്ടിക്കുകയും അതിൽ നിന്നു തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിക്കുകയും അവർ ഇരുവരിൽ നിന്നുമായി ധാരാളം പുരുഷന്മാരെയും സ്ത്രീകളെയും വ്യാപിപ്പിക്കുകയും ചെയ്തവനായ നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കുവിൻ. ഏതൊരു അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾ അന്യോന്യം ചോദിച്ചു കൊണ്ടിരിക്കുന്നുവോ അവനെ നിങ്ങൾ സൂക്ഷിക്കുക. കുടുംബ ബന്ധങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കുക. തീർച്ചയായും അള്ളാഹു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار. അള്ളാഹുവോടുള്ള ബാധ്യത ഉറപ്പിച്ചതിനു ശേഷം ലംഘിക്കുകയും കൂട്ടിയിണക്കപ്പെടാൻ അള്ളാഹു കൽപ്പിച്ചതിനെ അഥവാ ബന്ധങ്ങളെ അറുത്തുകളയുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരാരോ അവർക്കാണ് ശാപം, അവർക്കാണ് ചീത്ത ഭവനം. ഏറ്റവും സ്നേഹധരിണിയരായ CA ഫാമിലി അംഗങ്ങളെ, അസ്സലാമു അലൈക്കും. ഏറെ സന്തോഷകരവും അഭിമാനകരവുമായ ഒരു എത്തിവേരലിന് സാക്ഷ്യം വഹിക്കാനാണ് ഇന്നിവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത്. ചേക്കിത്താനത്ത് ആമിനമാനത്ത് തറവാട്ടിലെ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും പ്രായം കൂടിയ അംഗവും മുതൽ 2 മാസം പ്രായമായ കുഞ്ഞു പൈതൽ വരെ ഇന്നത്തെ നമ്മുടെ സംഗമത്തിൽ ഒത്തുചേരുന്നുണ്ട്. ഏകദേശം 1 വർഷം മുമ്പ് തുടങ്ങിയ കൂടിയാലോചനയുടെയും ശേഷമുണ്ടായ തീരുമാനങ്ങളുടെയും സന്തോഷകരമായ ഒരു പൂർത്തീകരണമാണ് ഇന്നിവിടെ നടക്കുന്നത്. അൽഹംദുലില്ലാഹ്. നമ്മുടെ കുടുംബത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഇതിൻ്റെ വിശദീകരണം വഴിയെ പറയാൻ ഇവിടെ വ്യക്തി വരുന്നതാണ്. എന്നാൽ ഇന്നേ ദിവസം ഇവിടെ ഒത്തുകൂടിയിട്ടുള്ള എല്ലാവരും തുടക്കം മുതൽ ഒടുക്കം വരെ വളരെ സജീവമായി നമ്മുടെ ഈ പരിപാടിയുടെ കൂടെ ഉണ്ടാവണമെന്നും ഇൻഷാ അല്ലാഹ് വൈകുന്നേരത്തെ അല്ലെങ്കിൽ രാത്രിയിലത്തെ ഭക്ഷണം കഴിച്ച് ഇവിടുന്ന് പോകാൻ പാടുള്ളൂ എന്നുകൊണ്ട് പിരിഞ്ഞു പോകാവൂ എന്നുകൂടി അറിയിക്കുകയാണ്. നമ്മുടെ സംഗമത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ പുറമേ നിന്ന് ആരെയും ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ്. തുടക്കം മുതൽ അവസാനം വരെ നമ്മുടെ കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇതിൻ്റെ കാര്യപരിപാടികൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ഈ പരിപാടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് കുടുംബങ്ങൾ, പ്രത്യേകിച്ചും പുതുതലമുറയ്ക്ക് എല്ലാവരെയും തിരിച്ചറിയാവുന്ന വിധം പരിചയപ്പെടുത്തുന്ന ഒരു സെഷൻ പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ക്രമീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കുടുംബത്തിലെ കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരവും ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. സംഗമത്തിൻ്റെ മുന്നോടിയായി ഓൺലൈനായി നടന്ന വിവിധ മത്സരങ്ങളിൽ അത്യധികം ആവേശത്തോടെയാണ് നമ്മുടെ കുട്ടികളെല്ലാവരും പങ്കുചേർന്നിട്ടുള്ളത്. മത്സരങ്ങൾ വിജയികൾക്കുള്ള സമ്മാന വിതരണവും ഇവിടെ
വെച്ച് നടക്കുന്നതാണ്. പിന്നെ വേറെ നമ്മുടെ ചേക്കിത്താന കുടുംബത്തിലെ 3 താവഴികളായിട്ട് പടർന്നു കിടക്കുന്ന നമ്മുടെ കുടുംബത്തിലെ ഓരോ തലമുറയുടെയും മുതിർന്ന അംഗങ്ങളെ ആദരിക്കുന്ന ചടങ്ങ് ഇവിടെ വെച്ച് നടക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ കുടുംബത്തിൽ നിന്നും അഭിമാനാർഹമായ നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തികളെ അനുമോദിക്കാനും ആദരിക്കാനും ഇന്നത്തെ ദിവസം ഇവിടെ വേദി ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഏതായാലും ഈ വൈകിയ വേളയിൽ കൂടുതലൊന്നും പറയാനില്ല. ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നത് CA ഫാമിലിയെ ഏറ്റവും പ്രായം കൂടിയ അംഗമായ, ഇപ്പോൾ ഇവിടെ സന്നിഹിതരായിട്ടുള്ളതിൽ പ്രായം കൂടിയ അംഗമായ നമ്മുടെ അഷ്റഫാക്കയാണ്. ബഹുമാനായ എൻ്റെ ജ്യേഷ്ഠൻ കൂടിയാണ് അഷ്റഫാക്ക. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഈ പരിപാടി നിയന്ത്രിക്കുന്നത് ഈ സംഗമത്തിൻ്റെ സംഘാടക സമിതി വൈസ് ചെയർമാനായ CA അയ്യൂബ് എന്നിവരാണ്. അയ്യൂബ് കാക്ക, അദ്ദേഹത്തെയും ഈ വേദിയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ നമ്മുടെ ഈ പരിപാടിയുടെ ലളിതമായ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുന്ന CP ആമിന, അയ്യൂബ് കാക്ക ഇവരൊക്കെ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം ഈ പരിപാടിക്കായി സംബന്ധിക്കാൻ വളരെ ദൂരെ നിന്ന് വന്നിട്ടുള്ള കുടുംബത്തിൽ ഓരോരുത്തരോടും ഓരോരുത്തരെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ പരിപാടിയുടെ അധ്യക്ഷം വഹിക്കാൻ അയ്യൂബ് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. അപ്പം അധ്യക്ഷ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ കുറച്ച് വൈകിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. നമ്മളുടെ ഈ സംഗമം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വിജയപ്രദമാക്കി തരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിനെ ഈ സംഗമത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ഉദ്ഘാടനം കർമ്മം നിർവഹിക്കാൻ വേണ്ടി നമ്മളുടെ CA ഫാമിലിയുടെ ഇപ്പോഴത്തെ കാരണവരായ നമ്മുടെ ജ്യേഷ്ഠൻ അഷ്റഫാഖാനെ ക്ഷണിച്ചുകൊണ്ട് ഈ പരിപാടി നടത്താൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. CA ഫാമിലി കുടുംബാംഗങ്ങളെ, ഒരു നല്ല മുഹൂർത്തത്തിലാണ് നാം മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് നമ്മുടെ കാരണന്മാർക്കോ മറ്റുള്ളവർക്കോ പറ്റാത്തൊരു കാര്യം 3-4 ചെറുപ്പക്കാരുടെ വളരെ പ്രയത്നം കൊണ്ട് ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. നമുക്കെല്ലാം ഒത്തുകൂടി എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാനും എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദം പങ്കെടുക്കാനും ഉള്ള ഒരു പ്രധാന വേദിയായി ഇത് മാറിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. പിന്നെ വേറൊന്ന് പറയാനുള്ളത്, ഈ സംഗമത്തോടു കൂടി നാം പല പരിപാടികളും ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതെല്ലാം അതിൻ്റെ ആൾക്കാർ വിശദീകരിക്കും. അതുപോലെ തന്നെ നമ്മളൊരു ചാരിറ്റി പരിപാടി ആസൂത്രണം ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ കുടുംബാംഗങ്ങൾക്കുള്ള വിഷമങ്ങളും കാര്യങ്ങളും പറയാൻ വേണ്ടി ഒരു സംഘടന നമ്മൾ രൂപീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാം അഭിപ്രായത്തോടു കൂടി അത് ചെയ്യുന്നതാണ്. ഞാൻ സമയം കൂടുതൽ നഷ്ടപ്പെടുത്തുന്നില്ല, കാരണം കൂടുതൽ പരിപാടികളുള്ളതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ സംഗമം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹബിഹി അജ്മഈൻ. പ്രിയപ്പെട്ട നമ്മുടെ ചേക്കിത്താന തറവാടിൻ്റെ കാരണവന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
നമ്മൾ ഇന്നിവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചേക്കിത്താന തറവാട്ടിൻ്റെ ഒരു ചരിത്ര നിമിഷത്തിലാണ് ഇവിടെ എല്ലാവരും കൂടിയിട്ടുള്ളത്. നമ്മളുടെ തറവാടിൻ്റെ ഇങ്ങനത്തെ ഒരു പരിപാടി ഇതിൻ്റെ മുമ്പ് നടന്നിട്ടില്ല. ഇന്നിപ്പം അൽഹംദുലില്ലാ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ ഒത്തുകൂടലിൻ്റെ ഒരു ചെറിയൊരു വിശദീകരണം പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതൽ സമയമെടുക്കാതെ തന്നെ നമ്മളുടെ അടുത്ത ഘട്ട പരിപാടികളിലേക്ക് കടക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഈ ഒത്തുകൂടലിന് വേണ്ടി ശരിക്ക് നമ്മൾ പരിപാടി തുടങ്ങുന്നത് തന്നെ 2018 അതായത് 4 വർഷം മുമ്പ്. അപ്പം അതിൻ്റെ ഉണ്ടാവാൻ കാരണം അന്നത്തെ ഒരവസ്ഥയിൽ നമ്മളുടെ കുടുംബങ്ങൾ, നമ്മളുടെ ചോരകളായ നമ്മളുടെ സഹോദരങ്ങൾ തമ്മിൽ തന്നെ പരിചയമില്ലാതെ, നമ്മളുടെ മക്കൾ അതേപോലെ അവരുടെ മക്കളെ പരിചയമില്ലാതെ അന്യരെ പോലെ നിൽക്കുന്ന കണ്ട അവസരങ്ങളൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ചുവട് പിടിച്ചുകൊണ്ടാണ് നമ്മളുടെ 1-2 ആളുകളുമായിട്ട് സംവദിക്കുകയും നമ്മളുടെ ഈ പരിപാടിയുടെ ആവശ്യകതയും അതിൻ്റെ ആവശ്യകത മാത്രമല്ല അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു കടമ നിറവേറ്റുന്നതായുള്ളൊരവസ്ഥയും നമുക്കുണ്ടായതെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തു. അതിൻ്റെ ഭാഗമായി ഞാനും ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ നാസർ, ഫാത്തിൻ താത്താൻ്റെ നാസർ, ഇവരൊക്കെ ആയിട്ട് റഫീഖ് ഇങ്ങനെ ആളുകളുമായിട്ട് ചേർന്നിട്ടാണ് ഇങ്ങനെ ഒരു ആവശ്യകത അല്ലെങ്കിൽ നമ്മുടെ ഈ പരിപാടി നിർബന്ധമാണ് എന്ന് തീരുമാനിക്കുകയും അതിൻ്റെ ചുവടിലേക്ക് എത്തിച്ചേർന്നതും. അപ്പോൾ അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളുടെ കാരണവരായ അഷറഫാക്കാനായിട്ടൊക്കെ സംസാരിച്ചു. അപ്പം കൂടുതൽ ആളുകളും അതിന് പോസിറ്റീവായിട്ട് നമുക്ക് ഊർജം തന്നതുകൊണ്ട് നമ്മൾ 2022 ലാസ്റ്റ് അപ്പോൾ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരിപാടികൾ തുടക്കം കുറിച്ചു. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു സ്വാഗത സംഘം രൂപീകരിക്കുമ്പോൾ ഒരു വിപുലമായ ഒരു സ്വാഗത സംഘം നമ്മൾ രൂപീകരിക്കുകയും അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗമായിട്ട് നമ്മളുടെ ഓരോ വിഭാഗത്തിൻ്റെയും കൺവീനർമാരെയും അതേപോലെ പ്രോഗ്രാം കമ്മിറ്റി, ഫുഡ് കമ്മിറ്റി, ഫൈനാൻസ്, ഇങ്ങനെ ഓരോ വിഭാഗങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും അവർക്ക് ഉത്തരവാദിത്തങ്ങൾ കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ പരിപാടി ഇവിടേക്ക് എത്തിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഒത്തുകൂടൽ ഇപ്പോൾ ഇതിൽ നമ്മൾ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം കൂടിയുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മക്കളെ ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ മക്കളെ പരസ്പരം പരിചയപ്പെടുത്തുക എന്നുള്ളതും കൂടി നടക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ രാവിലെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തിരുന്നു. അതിപ്പോൾ നമ്മളുടെ സമയം വൈകിയത് കൊണ്ട് അതിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എന്നാലും നമ്മളുടെ ഒരു ഉത്തരവാദിത്തം, കാരണം ഒരു കുടുംബങ്ങളെ ചേർക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ സീരിയസ്നെസ് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഈ ഇന്നത്തെ ദിവസം മുഴുവൻ ആളുകളെയും, നമ്മളുടെ കുടുംബത്തിലുള്ള മുഴുവൻ ആളുകളും നമ്മളുടെ അപ്പുറത്തെ കുടുംബം, അതായത് ആരാണോ നമ്മളുടെ അടുത്ത കുടുംബമായിട്ടുള്ളത് എല്ലാവരുമായിട്ടും കൂടുകയും നമ്മളെ മക്കളെ സ്വയം പരിചയപ്പെടുത്തുകയും വേണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഉപദേശിക്കാനുള്ളത്. കാരണം അത് നമ്മളുടെ ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിച്ച് നമ്മൾ നമസ്കരിക്കുകയും ബാക്കിയുള്ള സക്കാത്തും ഹജ്ജും ഇങ്ങനെ എല്ലാ പരിപാടികളും ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിൽ തന്നെ പെടുന്ന ഒരു വലിയ ഉത്തരവാദിത്തമാണ് നമ്മളുടെ കുടുംബങ്ങൾ ചേർക്കുക എന്നുള്ളത്. അതാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ മനഃപൂർവ്വം, അതായത് വെറുതെ അല്ല, ഇത് തമാശയല്ല, അത് അത്രയും സീരിയസ് ആയിട്ട് എടുക്കുന്ന ഊണിപ്പറയണിയാണ്. അതായത് നമ്മളുടെ കുടുംബത്തിലുള്ള ഓരോരുത്തരെയും നമ്മളെ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്ന് നമ്മളിവിടെ വൈകുന്നേരം പോകുമ്പം നമ്മൾ മിക്കവാറും ആളുകളെ പരിചയപ്പെടുത്തി, പ്രായം ചെന്ന ആളുകളെ ഇത് ഇന്ന ആളാണ്, നമ്മുടെ കുടുംബത്തിൽ ഇന്ന ആളാണ്, ഇന്ന ആളെ മക്കളാണ് എന്ന് ഇവിടെ ഒരു പരിചയപ്പെടുത്തൽ ഇന്നത്തെ ദിവസം നടക്കണം. അതിനുവേണ്ടിയാണ് അതിനുവേണ്ടി മാത്രമാണ് നമ്മളിവിടെ കൂടിയിട്ടുള്ളത്. അതാണ് എനിക്ക് നിങ്ങളോട് ഈ അവസരത്തിൽ
വളരെ ഉത്തരവാദിത്തത്തോടുകൂടി എനിക്ക് പറയാനുള്ള കാരണം ഈ സ്റ്റേജിൽ കയറിയിട്ടുള്ള എൻ്റെ ഉദ്ദേശവും അത് തന്നെയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പുറത്ത് പോകുമ്പം ഇവിടെ കൂടിയിട്ടുള്ള നമ്മൾ പരമാവധി ആളുകളെ ഇവിടെ കൂടാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടിയിട്ടുള്ള ആളുകൾ പരസ്പരം നമ്മൾ മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് എന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അത് ഞാൻ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങളിൽ ഞാൻ അർപ്പിക്കുകയാണ്. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ആ ഒരു കടമ നമുക്കിന്ന് നടക്കണം. അപ്പോൾ അത് നമ്മളെല്ലാവരും അത്രയും സീരിയസ് ആയിട്ട് എടുക്കുക. ഇവിടെ അത് നടന്ന് എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക. പിന്നെ പറയാനുള്ളത് നമ്മളുടെ ഈ ഇന്നത്തെ പരിപാടിയിൽ നമ്മളുടെ കുടുംബങ്ങളെ പരിചയപ്പെടുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഓരോ കുടുംബങ്ങളായിട്ട് നമ്മൾ ഇവിടെ വന്നുകൊണ്ട് നമ്മൾ പരിചയപ്പെടുത്തുക. എന്നിട്ട് പരിചയപ്പെടുത്തി നമ്മളുടെ വൈകുന്നേരം വരെ ഓരോ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മക്കളെ കലാപരിപാടികളുണ്ട്. എല്ലാത്തിലും സജീവമായിട്ട് പങ്കെടുത്തുകൊണ്ട് ഇത് നമ്മളുടെ കുടുംബത്തിൻ്റെ പരിപാടിയാണ്. നമ്മളെ പരിപാടി എന്ന നിലക്ക് കണ്ടുകൊണ്ട് വേറെ ഒരു പുറത്തുള്ള പരിപാടിയല്ല, നമ്മളെ പരിപാടിയിൽ കണ്ടുകൊണ്ട് അതെല്ലാവരും സജീവമായിട്ട് ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതിനുശേഷം നമ്മളുടെ ഭക്ഷണങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഉപയോഗപ്പെടുത്തുക. അതേപോലെ മക്കളെ പരിപാടികൾ കാണുക. എല്ലാം കഴിഞ്ഞ് നമ്മൾ പോകുമ്പോൾ വളരെ സന്തോഷത്തോടു കൂടി നമുക്കൊരു തൃപ്തിയോടുകൂടി, അതായത് കുടുംബങ്ങൾ പരിചയപ്പെടുത്തുമ്പോൾ കുടുംബങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോൾ നമ്മൾ മുറിഞ്ഞു പോയിട്ടുള്ള ആ ബന്ധങ്ങൾ കൂട്ടിച്ചേർത്തുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം നമുക്ക് കിട്ടും എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് നമ്മൾ ഇന്ന് ഇവിടുന്ന് പിരിഞ്ഞു പോകണം എന്നാണ് നിങ്ങളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള ഈ അവസരത്തിൽ. ഇൻഷാ അല്ലാഹ് അപ്പം ഈ പരിപാടി അള്ളാഹു നമ്മളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും തന്നെ അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പരിപാടി നമ്മളുടെ നമ്മളുടെ അജറുകളിൽ മുൻതൂക്കം കൂട്ടുന്ന ഒരു കാര്യം കർമ്മമായി അള്ളാഹു നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി നമുക്കതിൻ്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ മുഹമ്മദ് റബ്ബി യസ്സിർ ലി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതൻ മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ CA ഫാമിലിയിലെ എല്ലാ സഹോദരി സഹോദരന്മാർക്കും എല്ലാ മക്കൾക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ചേക്കിത്താനകത്ത് തറവാടിൻ്റെ ചരിത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. താന്നൂരിലെ പ്രമുഖ തറവാടായ മജിസ്ട്രേറ്റിൻ്റെ അകം എന്ന തറവാട്ടിലെ അംഗവും മലബാറിലെ പഴയകാല പ്രമുഖ വ്യാപാരിയുമായിരുന്ന CA കുഞ്ഞുമൂസ ഹാജി എന്നവരാണ് നമ്മുടെ ചേക്കിത്താനകത്ത് തറവാട് നിർമ്മിച്ചത്. മജിസ്ട്രേറ്റിൻ്റെ അകം തറവാടിൻ്റെ അസൗകര്യം കാരണം അദ്ദേഹം പെങ്ങൾക്കും മക്കൾക്കുമായി തൊട്ടടുത്ത് കുറച്ച് സ്ഥലം വാങ്ങി ഒരു വീട് നിർമ്മിച്ച് നൽകി. അതാണ് ഇപ്പോഴത്തെ ചേക്കിത്താനകത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ചേക്കിത്താനകത്ത് ആമിനുമാനകത്ത് തറവാട്. ഇതാണ് CA എന്നതിൻ്റെ ഫുൾ ഫോം, ചേക്കിത്താനകത്ത് ആമിനുമാനകത്ത്. അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് കോഴിക്കോട് കച്ചവടം തുടങ്ങുകയും പിന്നീട് അത് വളർന്ന് വലുതായി വലിയ സ്ഥാപനമായി മാറുകയും ചെയ്തു. എല്ലായിടത്തും അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായിരുന്നത്. CA കുഞ്ഞുമൂസ ആൻഡ് കമ്പനി എന്ന പേരിൽ ആ വലിയങ്ങാടിയിൽ ഇന്നും ആ ബോർഡ് കാണാൻ പറ്റും. അങ്ങനെയിരിക്കെ അദ്ദേഹം കോഴിക്കോട് നിന്ന് ആദ്യം കല്യാണം കഴിച്ചുവെങ്കിലും അതിൽ മക്കളില്ലാത്തതിനാൽ രണ്ടാമതും അവിടെ നിന്ന് തന്നെ കല്യാണം കഴിച്ചു. അവിടെ തന്നെ സ്ഥിരതാമസമാക്കിയെങ്കിലും ഇടയ്ക്കിടെ താന്നൂരിലെ മജിസ്ട്രേറ്റ് തറവാട്ടിൽ എത്തുമായിരുന്നു. അദ്ദേഹം കോഴിക്കോട് കല്യാണം കഴിച്ചതിൽ 2 മക്കളാണുള്ളത്. ഒന്ന് മലബാറിലെ അക്കാലത്തെ ചുരുക്കം ചില ഡോക്ടർമാരിൽ ഒരാളായ കോശം കോയാജിയും പഴയ കാലത്തെ കോഴിക്കോട് മേയറായിരുന്ന CA ബാവുട്ടി ഹാജി എന്നവരുമാണ്. അവർ 2 പേരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഡോക്ടർക്ക് 8 മക്കളുണ്ടായിരുന്നു. അതിൽ 6 പേരും മരിച്ചുപോയി. ഇന്നും അവർ 2 പേരും അവിടെ കോഴിക്കോട് താമസമുണ്ട്. പിന്നെ ബാവുട്ടി ഹാജി ആദ്യം ഒരു കല്യാണം കഴിച്ചിട്ട് അവിടെ മക്കളൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ടാമത് കല്യാണം കഴിച്ചത് താന്നൂരിലെ പുതിയ വീട് എന്ന് പറയുന്ന വായക്കത്തൂർ അടുത്തുള്ള പുതിയ വീട് എന്ന് പറയുന്ന തറവാട്ടിൽ നിന്നാണ്. പുതിയ വീടെന്ന് പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നുണ്ടാവില്ല, പുതിയറ്റിൽ എന്നാണ് പറയുക.
പുതിയറ്റിൽ നിന്നാണ്. നമ്മളെ പുതിയറ്റിലെ കുഞ്ഞാക്ക, പുതിയറ്റിലെ ചെറിയാക്ക എന്നൊക്കെ പറയുന്നവരൊക്കെ അറിയാലോ. അവരെ പെങ്ങൾ കജീവി എന്ന് പറഞ്ഞ ആളാണ് കല്യാണം കഴിച്ചത്. അവർക്ക് 4 മക്കളുണ്ട്. അവരെ 4 ആളും കോഴിക്കോടുണ്ട്. അങ്ങനെ അവിടെ മക്കളും കുട്ടികളൊക്കെ ആയി എപ്പോഴെങ്കിലുമൊക്കെ അവർ മക്കളും കയറ്റും നാട്ടിലൊക്കെ വരും, പോവുകയൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഇവിടുന്ന് എപ്പോഴെങ്കിലുമൊക്കെ പോകാൻ പറ്റുള്ളൂ. അന്ന് ഭയങ്കര വാഹന സൗകര്യമൊന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ആരും അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ പെങ്ങളെ മക്കളെ നിർബന്ധം കാരണം താനൂരിലെ ബന്ധം നിലനിർത്താൻ വേണ്ടി കുഞ്ഞുമൂസാജി അടുത്തു തന്നെയുള്ള ചുണ്ടൻ വീട്ടിൽ തറവാട്ടിൽ നിന്നും മറിയക്കുട്ടി എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു. അതിൽ 3 മക്കളുണ്ടായിരുന്നു. ആ 3 മക്കൾ മൂത്ത ആൾ കുഞ്ഞിബീവി എന്ന് പറയുന്ന എൻ്റെ ഉമ്മയാണ്. രണ്ടാമത്തത് എൻ്റെ ആളാമ ചുണ്ടൻ വീട്ടിൽ കജ്ജാമക്കുട്ടീന്. 3-മത്തെ ആൾ താനൂരിലെ പഴയകാല പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന CV മുഹമ്മദ് അലി എന്ന് പറയുന്ന ആളാണ്. അങ്ങനെ അദ്ദേഹം നാട്ടിൽ ഭാര്യ മക്കളൊക്കെ ആയപ്പം മക്കൾക്ക് വേണ്ടിയിട്ട് കുറേ സ്ഥലം ചീരാങ്കടപ്പുറത്ത് വാങ്ങിയിട്ടു. അങ്ങനെ പറങ്കിമാവിൻ തോട്ടം, തെങ്ങിൻ തോട്ടമൊക്കെ ആക്കി അതിൻ്റെ നോട്ടങ്ങൾ ചുമതലയും ഈ പെങ്ങളെ മകനായ ബാവുട്ടി എന്ന് പറയുന്ന ആളെയാണ് ഏൽപ്പിച്ചത്. അത് എൻ്റെ ഉപ്പയാണ്. പിന്നെ അങ്ങനെ 3 മക്കളായിരുന്നു. അവരെ 2-മത്തെ മകളെ കല്യാണം കഴിച്ചിരിക്കുന്നത് പത്തായപ്പേരയിലെ ബാപ്പുഹാജി എന്ന് പറയുന്ന ആളാണ്. മുഹമ്മദ് അലി എന്ന് പറയുന്ന ആൾ പറവണ്ണൻ നിന്നും ചേക്കുമരക്കാരത്ത് എന്ന് പറയുന്ന അവിടെ നിന്ന് ചാത്തിയേരിയിൽ നിന്നാണ് കല്യാണം കഴിച്ചിട്ടുള്ളത്. അവരെ മക്കളൊക്കെ നമ്മളെ താനൂർ എല്ലാം ഉണ്ടാവും. ഒരുവിധ ആൾക്കാർക്കൊക്കെ അറിയും. പിന്നെ പെങ്ങളെ 3 മക്കളെ പിന്നെ പെങ്ങളെ മകനാണല്ലോ ഈ പറമ്പും കാര്യമൊക്കെ നോക്കി നടത്തിയിരുന്നത്. അദ്ദേഹത്തെ കൊണ്ട് തന്നെ മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചു. പിന്നെ അതിൽ 5 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 2 പേര് ഇപ്പോൾ അടുത്ത് മരിച്ചുപോയി. ബാക്കി 3 പേരുണ്ട്. മൂത്തത് ആയിഷ, പിന്നെ കോയ എന്ന ഉസ്മാൻ, ഹലീമ, മുസ്തഫ, ആമിന. അത് ഞാൻ. എൻ്റെ ഉമ്മ മരിച്ചതിന് ശേഷം ഉപ്പ വാക്കാട് നിന്നും പഴയത്ത് ഫാത്തിയ എന്ന് പറയുന്ന ആളെ കല്യാണം കഴിച്ചു. അതിൽ 2 മക്കളുണ്ട്, ജാസ്മി, സെജു. ജാസ്മി എറണാകുളത്താണ്, താനൂരുണ്ട്. അങ്ങനെ ഞങ്ങൾ 7 പേരാണുള്ളത്. പിന്നെ അമ്മായിൻ്റെ മക്കൾ, മൂത്ത അമ്മായിക്ക് 14 മക്കളെന്നൊക്കെ പറയുന്നുണ്ട്. എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പം അതിൽ ലാസ്റ്റ് ഇളയ മകളെയാണ് എൻ്റെ ആങ്ങളെ കോയക്കാക്ക കല്യാണം കഴിച്ചത്. അതുകൊണ്ട് അമ്മായിൻ്റെ മക്കൾക്കൊക്കെ കോയക്കാക്കാനാണ് നല്ലോണം അറിയാം. അവരെ കോയാളപ്പ. അമ്മായിൻ്റെ ഇവിടെ 3 ഗ്രൂപ്പാണുള്ളത്. അതിൽ അമ്മായിൻ്റെ ഗ്രൂപ്പും എൻ്റെ ഉപ്പാൻ്റെ ഗ്രൂപ്പും തമ്മിൽ വലിയ അടുപ്പം ബന്ധങ്ങളൊന്നുമില്ല. 2 അമ്മായികളുടെ മക്കൾ തമ്മിൽ ആദ്യം മുതലേ ഇതുവരെയൊക്കെ നല്ല അടുപ്പം ബന്ധങ്ങളും അവർക്ക് വാട്സപ്പ് ഗ്രൂപ്പും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അത്ര അടുപ്പമുണ്ടായിരുന്നില്ല. ഞങ്ങൾ കുറച്ച് എന്നിട്ടോ ഞങ്ങളൊന്നും അങ്ങനെ ആർക്കും അറിയില്ല. പിന്നെ അറിയുന്നത് എന്നെ മുസ്തഫാക്കാനും കുറേക്കാരെ ഞങ്ങൾ താനൂരിൽ തന്നെ ആയതുകൊണ്ടും ഞങ്ങൾ എല്ലാവരുടെ അടുത്തും പോണേം വരണേം എല്ലാ പരിപാടിയിലൊക്കെ പങ്കെടുക്കുന്നത് കൊണ്ട് ഞങ്ങളെ കുറേയൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് തന്നെ അവർ കോയാളാപ്പൻ്റെ പെങ്ങൾ റഫീഖക്കൻ്റെ അമ്മായി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പാൻ്റെ മക്കൾ എല്ലാവരും ഞങ്ങൾ ചേക്കിത്താൻ്റെ തറവാട്ടിലുള്ളവർ തന്നെയാണ് കേട്ടോ. അത് നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. ഇത് ഇങ്ങനെ അകലാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ചേക്കിത്താൻ്റെ അകത്ത് ആ കാലത്ത് ഈ സ്ത്രീകളൊക്കെ കല്യാണം കഴിച്ചാൽ കൂട്ടിക്കൊണ്ടുപോകില്ല. അവരുടെ വീട്ടിൽ തന്നെ നിൽക്കലാണ്. അപ്പോൾ 2 അമ്മായിമാരെ കല്യാണം കഴിച്ച് അവർ ചേക്കിത്താൻ്റെ തന്നെയായിരുന്നു. അവരുടെ മക്കളും അതുപോലെ കല്യാണം കഴിച്ച് അവരും അവിടെ തന്നെ. അങ്ങനെ മക്കളൊക്കെ ആയി കുറേ ഇങ്ങോട്ട് അതിൻ്റെ ശേഷമാണ് ഓരോരുത്തരും പിരിഞ്ഞു പോയത്. അപ്പോൾ അവരന്ന് മുതൽ ഇന്ന് വരെയുള്ള ബന്ധങ്ങളും കാര്യങ്ങളും കൊണ്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും അറിയുകയും ചെയ്യാം ഞങ്ങൾ വേറെ ആരോ എന്നുള്ളൊരിതാണ്. ഇപ്പോൾ അടുത്ത് തന്നെ നമ്മളെ ഗ്രൂപ്പിൽ ഞങ്ങളൊക്കെ പേരൊക്കെ ഐഡിയ ചെയ്തപ്പോൾ ഏതൊക്കെ കുട്ടികൾ ചോദിച്ചിരുന്നാലോ ഇവരൊക്കെ നമ്മളെ ചേക്കിത്താൻ്റെ അകത്തുള്ളവരാണോ, നമ്മളായിട്ട് ഇത്ര അടുത്ത ബന്ധമുണ്ടെന്നൊക്കെ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാവരും ഒന്ന് പരിചയപ്പെടാൻ മനസ്സിലാക്കുക. ഞങ്ങൾ ചേക്കിത്താൻ്റെ അകത്തുള്ളവർ തന്നെയാണ്.
ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ടാണ്. എൻ്റെ ഉമ്മാനെ കല്യാണം കഴിച്ച് എൻ്റെ ഉമ്മ ചുണ്ടൻ വീട്ടിൽ തറവാട്ടിൽ തന്നെ ആയിരുന്നു. അപ്പോൾ അവർ നമ്മൾ എപ്പോഴെങ്കിലും വിരുന്നേരമായിട്ടാണ് അവിടെ പോവൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും അങ്ങനെ അറിയില്ല. അവർ ഞങ്ങളൊരു വിരുന്നേരം ആ കാലത്തെന്ന് പറഞ്ഞാൽ അമ്മായിൻ്റെ മക്കളും ഞങ്ങളൊക്കെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ബന്ധങ്ങളും പോക്കും വരവൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ക്രമേണ എല്ലാവരും വിട്ടൊക്കെ പിരിഞ്ഞു പോയപ്പം ആർക്കും ആരെയും അറിയാത്തൊരവസ്ഥയിലാണ്. അതെല്ലാം ഒന്ന് പുതുക്കാൻ വേണ്ടിയും പരിചയപ്പെടാൻ വേണ്ടിയാണ് ഇന്ന് നമ്മളെ ഈ കുട്ടികളെല്ലാം കൂടി ഈ ഒരു പരിപാടി ഒപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ആശയം ആരെ തലയിലാണ് ഉദിച്ചതെന്ന് എനിക്കറിയില്ല. ഏതായാലും അവനക്ക് എൻ്റെ വളരെയധികം നന്ദിയുണ്ട്. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച നമ്മളെ കുട്ടികൾക്കെല്ലാം തന്നെ ഞാൻ സന്തോഷപൂർവ്വം എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ഈ ഒരു ബന്ധം ഇനിയും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നും ഇടയ്ക്കിടെ ഇതുപോലെ ഒത്തുകൂടാനുള്ള അവസരങ്ങൾ കിട്ടണമെന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. CA കുടുംബത്തിലെ 3 സഹോദരങ്ങളുടെ വിഭാഗങ്ങളുടെ ഇപ്പോഴത്തെ മുതിർന്ന അംഗങ്ങളെ ആദരിക്കലാണ്. ഒന്ന് നമ്മുടെ മുഹമ്മദ് അഷ്റഫാക്ക, അടുത്തത് CA ഫാത്തിമ, അടുത്തത് ഹലീമ. അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മൾ CA ഫാമിലിയിലെ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളെയാണ് നമ്മൾ ഇന്ന് ആദരിക്കാൻ പോകുന്നത്. അത് ആദ്യമായിട്ട് നമ്മളുടെ CA ഫാമിലിയിൽ നേട്ടങ്ങൾ കൈവരിച്ച ആളുകളാണ് ഇപ്പോൾ നമ്മൾ ക്ഷണിച്ചിട്ടുള്ളത്. അവർക്കുള്ള അനുമോദനം, അവരുടെ ആ പ്രചോദനം കൊണ്ട് നമ്മളുടെ ഫാമിലിയിൽ ഇനിയും ഇതുപോലത്തെ വ്യക്തികൾ ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മളുടെ ആഗ്രഹം കൂടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പറയുന്ന ആളാണ് നമ്മളുടെ ജനറൽ കൺവീനർ കൂടിയായ മുഹമ്മദ് റഫീഖ്. മുഹമ്മദ് റഫീഖ് കേരള സർക്കാർ എംപ്ലോയി ആയിട്ട് ആദ്യമായിട്ട് PSCയിലൂടെ കിട്ടിയ ഒരു വ്യക്തിയാണ്. നമ്മുടെ CA ഫാമിലിയിൽ കേരള സർക്കാരിൻ്റെ PSC ഇതിലൂടെ കിട്ടി ഇപ്പോൾ ഇന്ന് അസിസ്റ്റൻ്റ് എഞ്ചിനീയറായി ജോലി ചെയ്യുന്ന റഫീഖിനെ നമ്മളെല്ലാവരും ആദരവോടെ കൊടുക്കുന്ന ഒരു അനുമോദനമാണ്. നമ്മളുടെ കുടുംബത്തിൽ ഹൈലൈറ്റ് എന്ന ഒരു സ്ഥാപനം ചെറിയൊരു സ്ഥാപനമായി തുടങ്ങി ഇന്ന് അൽഹംദുലില്ലാഹ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന, പുറത്തും അറിയപ്പെടുന്ന ഒരു എൻ്റർപ്രനറായിട്ട് അറിയപ്പെടുന്ന എഞ്ചിനീയർ സുലൈമാനും എഞ്ചിനീയർ നഷീദയും നമ്മളുടെ ഒരു കുടുംബത്തിലെ ഒരു അഭിമാനം കൂടിയാണ്. എല്ലാവരും നല്ല ക്യാപ്പ് കൊടുക്കുക. നമുക്ക് എല്ലാവർക്കും കൂടി പ്രചോദനമാവേണ്ട ഒരു വിഷയമാണ്. നമ്മളുടെ കുടുംബത്തിൽ CA ഫാമിലി കുടുംബത്തിൽ നിങ്ങൾക്കറിയുന്ന ബിത്താത്താൻ്റെ മകൾ ഡോക്ടർ ഹസീന എൻ്റെ പെങ്ങൾ കൂടിയാണ്. അപ്പോൾ നമ്മുടെ കുടുംബത്തിലെ ആദ്യത്തെ ഡോക്ടറാണ്. മാത്രമല്ല നമ്മൾ താനൂരിൽ തന്നെ ആദ്യത്തെ ഡോക്ടറായിരുന്നു. അന്ന് അതുവരെ നമ്മൾ താനൂരിൽ ഒരു MBBS ഡോക്ടർ ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ അതിൽ കിട്ടിയതിൽ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ അത് നമ്മളുടെ CA ഫാമിലിയുടെ ഈ പ്രഥമ പരിപാടിയിൽ നമ്മൾ അവരെ ആദരിക്കുകയാണ്. മാത്രമല്ല നമ്മളുടെ ടൗണിൽ തന്നെ, അതായത് പുക്കയിൽ ഹോസ്പിറ്റലിലെ ഏകദേശം 27 വർഷമായി ഒരേ ഹോസ്പിറ്റലിൽ ഇത്രയും കാലം അവിടെ നമ്മൾക്ക് വേണ്ടിയൊക്കെ തന്നെ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടർ ഹസീനയെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സാർവായിട്ട് അവർക്ക് അനുമോദനം കൊടുക്കുകയാണ്. എല്ലാവരുടെ പ്രാർത്ഥനയുണ്ടാവണം. അവർ ഇനിയും കൂടുതൽ നമുക്ക് വേണ്ടി സേവനം ചെയ്യാനും ആരോഗ്യത്തിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. എഞ്ചിനീയർ മുഹമ്മദ് നിഷാർ, ഈ ബീത്താത്താൻ്റെ തന്നെ ചെറിയ മകനായിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയർ മുഹമ്മദ് നിഷാർ.
പക്ഷെ അവന് എൻ്റെ അനിയൻ കൂടിയാണ്. പക്ഷേ എന്താണ് ഇൻസ്ട്രുമെൻറ്റേഷൻ ഇതിലല്ല ഇപ്പം അനുമോദനം കൊടുക്കുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ കലാപരിപാടികളിലാണ് ഇപ്പോൾ ഇത് ശോഭിച്ചിട്ടുള്ളത്. ഇപ്പോൾ അടുത്തായിട്ട് ഇറങ്ങിയിട്ട് 2 ഷോർട്ട് ഫിലിം, ഗൾഫിൽ ഇറങ്ങിയ അതേപോലെ എല്ലാ യൂട്യൂബിലൊക്കെ ഇറങ്ങിയ 2 ഷോർട്ട് ഫിലിമിൻ്റെ സത്യജിത് റേ ഫിലിംസ് അവാർഡ് അവർ കൊടുത്ത രണ്ട് ഷോർട്ട് ഫിലിമുകളുടെ ബെസ്റ്റ് ഡയറക്ടർ എന്ന അവാർഡാണ് കിട്ടിയിട്ടുള്ളത്. അത് നമ്മളുടെ സി എ ഫാമിലിയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കലാരംഗത്ത് ഉയർന്ന ഒരു നിലയിലേക്ക് ഉയർന്നു വന്നിട്ടുള്ള ആൾ. ഇനിയും കൂടുതൽ ഇങ്ങനത്തെ കലാരംഗത്ത് ഉയർന്നു വരാനും അതിനുള്ള കഴിവുകൾ കൊടുക്കാനും നമ്മൾ കൂടുതൽ ആളുകൾ, അവർ മാത്രമല്ല കൂടുതൽ ആളുകൾ നമ്മളെ ഫാമിലിയിൽ നിന്ന് ഈ രംഗത്ത് ഉണ്ടാവാൻ പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ആ ബീത്താത്തന്നെ തന്നെ പേരക്കുട്ടിയായ എൻ്റെ മകനായ ആദിൽ അമാൻ നമ്മളുടെ കുടുംബത്തിൽ, നമ്മുടെ സി എ ഫാമിലിയിൽ ആദ്യത്തെ ഹാഫിളാണ്. ഖുർആനിൻ്റെ ഹാഫിളായിട്ട് ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിലുണ്ടായിട്ടില്ല ആദിൽ അമാനെ ആ സമ്മാനം സ്വീകരിക്കാനായിട്ട്. ആദിൽ എൻ്റെ മൂത്ത മകനാണ്. അവന് ചാർട്ടേഡ് അക്കൗണ്ടൻസി സി എ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ കോഴിക്കോട് തന്നെ അതിൻ്റെ ഒരു സ്ഥാപനമുണ്ട്. അപ്പോൾ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് വരാനും അതേപോലെ നമ്മളെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങൾക്ക് കൂടി ഈ ഖുർആനിൻ്റെ ഹാഫിദുമാർ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളും അതിനുവേണ്ടിയൊക്കെ പരിശ്രമിക്കണം, ഇൻഷാ അല്ലാഹ് പ്രാർത്ഥിക്കണം. ഈ അച്ചീവ്മെൻറ്റ്സ് ഇവർ നേടിയത് നമുക്കെല്ലാം അഭിമാനമാണ്. അതേപോലെ അവരുടെ പ്രയത്നങ്ങൾ ഒരുപാട് ഉണ്ടായതുകൊണ്ടാണ് ഈ ഉയരങ്ങളിലേക്ക് എത്താൻ പറ്റിയത്. അത് ചെറിയ കാര്യമല്ല. അത് നമുക്ക് പ്രചോദനമാകണം എന്ന് ഉള്ളതുകൊണ്ട് അപ്പോൾ ഈ ഇതിലേക്ക് വന്ന ആളുകൾക്ക് 2 മിനിറ്റ് 2 വാക്ക് അല്ലെങ്കിൽ സംസാരിക്കാൻ വേണ്ടിയുള്ള ഒരു അവസരമാണ്. അസ്സലാമു അലൈക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. എൻ്റെ പേര് ആദിൽ, പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും, മകനാണ്. പിന്നെ ഖുർആൻ ഹാഫിളായത് സൗദിയിൽ വെച്ചിട്ടാണ്, റിയാദിൽ വെച്ചിട്ടാണ്. 7th പഠിക്കുമ്പോഴാണ് ഹാഫിളാവുന്നത്. എന്താ പറയേണ്ടതെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഖുർആൻ പഠിച്ചതാണെന്ന് ഞാൻ 5th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. 5th സ്റ്റാൻഡേർഡിൽ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ സ്കൂളും ഖുർആനും കൂടി ഒരുമിച്ചാണ് പഠിച്ചു തുടങ്ങിയത്. ഓൾമോസ്റ്റ് ഒരു 2.5 years കൊണ്ട് അൽഹംദുലില്ലാഹ് ഖുർആൻ തീർക്കാൻ പറ്റിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിവിഷനും ബാക്കിയുള്ളതൊക്കെ സൗദി തന്നെ ആയിരുന്നു. നാട്ടിൽ വന്നതിൻ്റെ ശേഷം ഖുർആനും അതിൻ്റെ ഒരു ഹയർ സ്റ്റഡീസ് നിലക്ക് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നു. പിന്നെ അത് പഠിപ്പിച്ചിരുന്നു. ഖുർആൻ ഒരു 1.5 കൊല്ലം അല്ല അതിന് മുകളിലുണ്ട്, 5 കൊല്ലമായിട്ട് ഖുർആൻ പഠിപ്പിച്ചിരുന്നു. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ കഴിഞ്ഞ ഒരു 1.5 years ആയിട്ട് അവിടുത്തെ ഹിഫ്ള് ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊക്കെ വർക്ക് ചെയ്തിരുന്നു. അതാണ് ഖുർആനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഖുർആൻ അങ്ങനെ ഒരു ഉത്ബോധനം തരണം എനിക്കൊന്നും തോന്നുന്നില്ല. പക്ഷേ എനിവേസ് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഖുർആനുമായിട്ടുള്ള ബന്ധം എപ്പോഴും ലൈഫിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അത് ഒബ്വിയസ്ലി നമ്മൾ ആഖിറവുമായി ബന്ധപ്പെട്ട് അറ്റാച്ച്ഡ് ആയ ഒന്നാണ്, അല്ലെങ്കിൽ അവിടെ വിജയം തരുന്ന ഒന്നാണ് എന്നുണ്ടെങ്കിൽ കൂടിയിട്ട് നമ്മുടെ ഭൗതിക ജീവിതത്തിലും അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അതിനോട് അറ്റാച്ചായി നിൽക്കാനും അത് പഠിക്കാനുള്ള മനസ്സും അല്ലാഹു എളുപ്പമാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇനി ഞാൻ ആകെ ചെയ്തത് നിങ്ങളെ കുടുംബത്തിൽ നിന്ന് ഒരാളെ കല്യാണം ചെയ്തു, അത് മാത്രമാണല്ലോ ഞാൻ ഇവിടെ വെക്കാനുള്ള യോഗ്യത. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ള വെച്ചാൽ ഇങ്ങനെ ഐശ്വര്യമുള്ള എന്താ പറയുക നന്മ നിറഞ്ഞ ഒരാൾക്കാരുടെ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാൻ ശ്രമിക്കുക എല്ലാവരും, കല്യാണിക്കാത്ത ആൾക്കാർ. അതാ പറയാറ്. പിന്നെ എൻ്റെ അച്ചീവ്മെൻറ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ എനിക്ക് ഇവിടെയുള്ള ഒരുപാട് ആൾക്കാർ ഞാൻ കല്യാണം കഴിക്കാൻ മുന്നേ അറിയാം. അസിൻദാദിൻ്റെ വീട് ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, റഫീഖ് എനിക്ക് ആദ്യം പരിചയമുണ്ട്, എല്ലാവരും എനിക്ക് ഇവരൊക്കെ ആദ്യം പരിചയമുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൽ ആ കുടുംബത്തിൽ അതിന് ശേഷം വന്നതാണ്. ഈ ചെറുപ്പക്കാരോടൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ ഈ നമ്മൾ മനസ്സിലുള്ള ആഗ്രഹമാണ് നമ്മൾ എവിടെ എത്തപ്പെടണമെന്ന് തീരുമാനിക്കുക. അതികഠിനമായ ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എവിടെ എത്തപ്പെടാൻ പറ്റുന്നുള്ളത് എൻ്റെ ജീവൻ കൂടി ഞാൻ എക്സാമ്പിൾ ആയിട്ടുള്ള. ഞാൻ വളരെ ചെറിയ രീതിയിൽ കൺസ്ട്രക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളായിരുന്നു. വളരെ ചെറിയ ഉള്ള ബിൽഡിങ്ങും വളരെ ചെറിയ ഉള്ള വീടുകളൊക്കെ എടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇന്നിപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹമാണ് ഇതിന് ഏറ്റവും വലിയ കാരണം.
അപ്പോൾ എല്ലാവരോടും പറഞ്ഞാൽ അതികഠിനമായൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് നമ്മൾ അതിലേക്ക് എത്തും. അത് നമ്മൾ പാഷനായിട്ട് മാറും. എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് എത്താൻ പറ്റും. അപ്പോൾ എല്ലാവരും നിങ്ങളെ ആഗ്രഹങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്നാൽ എവിടെ എത്താൻ പറ്റും? എൻ്റെ ലൈഫ് എക്സാമ്പിൾ വെച്ചിട്ട് ഞാൻ പറയുന്നത്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ തന്നെ സുലൈമാനെ എനിക്ക് ആദ്യം മുതൽക്ക് അറിയാം. അതായത് പറഞ്ഞ പോലെ കല്യാണത്തിന് മുമ്പേ എനിക്കറിയാം. പിന്നെ അതിനുശേഷം ഞങ്ങൾ തമ്മിൽ നല്ല അടുപ്പമൊക്കെ ആയിരുന്നു. പിന്നെ വളർച്ച കണ്ടുവന്ന ഒരാളും കൂടിയാണ് ഞാൻ. അൽഹംദുലില്ലാഹ് അള്ളാഹു തന്ന ബർക്കത്തിനെ നമ്മൾ വേണ്ടി പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഉണ്ടാവണം. അത് മാത്രമല്ല, ഇത് ഇപ്പോൾ നമ്മളിവിടെ ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ മക്കളും ആ ഒരു ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയുള്ള പ്രചോദനം ഉണ്ടാവണം എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനം അതിൻ്റെ കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കേണ്ടത് മാതാപിതാക്കളായ നമ്മൾ തന്നെയാണ്. നമ്മൾ ശ്രമിച്ചാലേ നമ്മളെ മക്കൾ വരുള്ളൂ. അല്ലാതെ മക്കൾ സ്വയം ആ രീതിയിലേക്ക് വരാൻ പ്രയാസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന നമ്മൾ CA ഫാമിലിയുടെ മറ്റേ ഒരുപാട് മാതാക്കളും മറ്റേ ഉപ്പമാരൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അവരുടെ ശ്രമവും അവരുടെ ചിന്തയും അവരുടെ പ്രോത്സാഹനമൊക്കെ ഉണ്ടാകുമ്പോഴാണ് മക്കളെ ആ രൂപത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. പിന്നെ എനിക്കും ഇതേപോലെ തന്നെ പറയാനുള്ളത്, ഞാൻ ഒരു 27 ഇയേഴ്സായി കോഴ്സ് കഴിഞ്ഞ് ഞാൻ ഇസ്ലാമിക്കിൻ്റെ കൂടെ കൂടിയാണ് ഇങ്ങനെ ഞാൻ വളർന്നു വന്നത്. അത് ആ കൂടെ കൂടി ഞങ്ങൾ രണ്ടുപേരും കൂടി ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ വളർന്ന് ഞാൻ ആ പൊസിഷനിൽ ഈ ഒരു ഇതിലിങ്ങനെ എത്തിപ്പെട്ടത്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കുന്ന ആൾക്കാർ ഇതുപോലെ ഇരിക്കും. അവരെ സപ്പോർട്ടും കൂടി നമുക്ക് വേണം. എന്നാലാണ് നമ്മൾ പെൺകുട്ടികൾക്ക് ആ ഒരു അവർ പഠിച്ചതിലേക്കും ഇതിലേക്കൊക്കെ സപ്പോർട്ട് കിട്ടി അങ്ങനെ വളരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ കണ്ടപ്പോൾ ഇവിടെ കുറേ പേര് എല്ലാവരും നല്ല മക്കളൊക്കെ നല്ല പൊസിഷനിലും ഇതൊക്കെയാണ്. കുറേ ആൾക്കാരെ മക്കളൊക്കെ ഓരോ ലെവലിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം ഇനിയും എല്ലാവരും നല്ല ഉയർച്ചയിലെത്തട്ടെ. എല്ലാവിധ ആശംസകളും. അല്ല, നഷി പറഞ്ഞ പോലെ എന്താണ് നമ്മളുടെ ആ വിഷയം എന്ന് വെച്ചാൽ കല്യാണം കഴിച്ചപ്പോഴാണ് ഞങ്ങൾ മറ്റിങ്ങനെ ഉയർന്നു വന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അതാണ് കുടുംബം. ഇപ്പം ഇന്നിവിടെ കൂടിയിട്ടുള്ള കുടുംബം അത് തന്നെയാണ്. നമ്മൾ എല്ലാവരും ഇങ്ങനെ കൂടുമ്പോഴാണ് ഒരു ഇൻപം ഉണ്ടാവുക. അതിനാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളെ ഭാഗത്തു നിന്നുള്ള അതായത് ഏറെ ആണിൻ്റെ വളർച്ചയ്ക്ക് പിന്നിലും പെണ്ണുണ്ടെന്ന് പറയും. അപ്പോൾ അതിന് ഈ പെണ്ണുങ്ങൾ തയ്യാറായാൽ ആണുങ്ങളും തയ്യാറാവും. അങ്ങനെ അവർക്ക് ആ അനുഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റും. പിന്നെ റബ്ബിൻ്റെ തുണയും കൂടി വേണം, അതിനുള്ള എൻ്റെ പ്രാർത്ഥനയും വേണം. അസ്സലാമു അലൈക്കും. ഞാൻ രാവിലെ മുതൽ നിങ്ങളെ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു നമ്മുടെ ഫാമിലിയിൽ നിന്ന് ഇങ്ങനൊരു റെക്കഗ്നീഷൻ കിട്ടുന്നതിൽ. ഞാനൊരു ടൈം പാസിന് തുടങ്ങിയ ഒരു കൊറോണ ടൈമിൽ തുടങ്ങിയതാണ് ഈ ഷോർട്ട് ഫിലിം എടുക്കലും ഇതൊക്കെ. അത് ലാസ്റ്റ് എടുത്ത എൻ്റെ 2 ഷോർട്ട് ഫിലിം നാരീപർവം, കൃത്യകുറ്റം, ഈ 2 ഷോർട്ട് ഫിലിമിന് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് സത്യജിത് റേ ഫിലിം സൊസൈറ്റി തന്നു തിരുവനന്തപുരത്ത് വെച്ചിട്ട്. അതിനേക്കാളും വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാനിത് കണക്കാക്കുന്നത്. നമ്മുടെ ഫാമിലിയിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയതാണ്. പിന്നെ നമ്മുടെ അച്ചീവ് ചെയ്ത് ടോപ്പിൽ നിൽക്കണ സുലൈമാൻക പറഞ്ഞ അതേ തന്നെയാണ് ഞാൻ ഇതിൽ ചെയ്യുന്നത്. ഹാർഡ് വർക്ക് ചെയ്യുക, പാഷനേറ്റ് ആവുക, ഏതെങ്കിലും ഉയരത്തിൽ നമ്മളെത്തും. പക്ഷേ അതിനൊക്കെയുള്ളൊരു സ്റ്റെപ്പിംഗ് സ്റ്റോണായിട്ട് ഞാനിത് കണക്കാക്കുകയാണ്. പിന്നെ നമ്മുടെ നെസ്താത്ത പറഞ്ഞ പോലെ ഞാൻ ഒറ്റയ്ക്ക് ഫാമിലിനും കൊണ്ട് അവിടെ ഇരിക്കുമ്പോൾ ഷോർട്ട് ഫിലിമൊന്നും പറഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇത് നടക്കൂല. അതിനെൻ്റെ ബെറ്റർ ഹാഫ് ഐഷാർ MC സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേ സപ്പോർട്ട് എല്ലാവർക്കും കൊടുക്കുക. അവരുടെ പാഷന്, ഇത് ആണ് പെണ്ണൊന്നുമില്ല, അവരുടെ പാഷന് പിന്നാലെ പോവുക. പുതിയ പുതിയ തലങ്ങളിലേക്ക് നമ്മുടെ ഫാമിലിയിൽ എല്ലാവരും എത്തിപ്പെടട്ടെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. എല്ലാവരും ഒന്ന് ക്ഷീണിച്ചല്ലേ? കുറച്ച് ക്ഷീണിച്ചോളൂ. ആസ്വദിച്ച് ക്ഷീണിച്ചാണോ അല്ലെങ്കിൽ ഇരുന്ന് ക്ഷീണിച്ചാണോ? ഇൻഷാ അല്ലാഹ്. ഏതായാലും നമ്മുടെ പരിപാടി അൽഹംദുലില്ലാഹ് ഗംഭീരമായി എന്ന് പറയുക. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ നല്ല ഒരു ഈവൻ്റ്, കല്യാണം, മറ്റുള്ള കുടിയിരിക്കൽ, ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലാതെ നമ്മൾക്ക് മാത്രമുള്ളൊരു ദിവസമായി ഇന്ന് മാറി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. എല്ലാവരും ഓക്കെ ആണോ? അത് പറഞ്ഞത് കേൾക്കട്ടെ, പുറത്ത് വരട്ടെ. ഓക്കെ ആണോ? ഒന്നും കൂടി
ഓക്കെ, ഇൻഷാ അല്ലാഹ്, ശുക്രാൻ. അപ്പോൾ നമ്മളെ പരിപാടി ഉഷാറായി തന്നെ വിചാരിക്കുക. ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന് അതിനുവേണ്ടി ഞാൻ നന്ദി പറയുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമ്മളുടെ പരിപാടി ഏതായാലും അവസാനത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ ഈ സംഗമം കൂടി ഇപ്പോൾ നമ്മളെല്ലാം പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ആസ്വദിച്ചു, എല്ലാം ചെയ്തു. പക്ഷേ നമ്മളെ സംഗമം ഇങ്ങനെ അവസാനിപ്പിച്ചാൽ മതിയോ? ഇങ്ങനെ അവസാനിപ്പിച്ചാൽ മതിയോ? നിങ്ങൾ തന്നെ പറയണ്ടേ, മറുപടി പറയണ്ടേ? എന്താ വേണ്ടി? എന്താണ് വേണ്ടി? പറയും. പുതിയ ആപ്പിളാർ പറയട്ടെ. അപ്പോൾ നമുക്ക് ഇനി ഇങ്ങനെ ഒരു സംഗമം നടത്തണ്ടേ? എപ്പോ? അത് വേണ്ട. കാരണം ഇതിന് ഒരു 10 മാസത്തോളം ഞങ്ങൾ മീറ്റിംഗ് കൂടി ക്ഷീണിച്ചിരിക്കാം. ഒരു ഏകദേശം ഒരു 10 മാസത്തോളം ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ഇത് കുറച്ച് ആൾക്കാർ തിന്നാതെയും ഉറങ്ങാതെയൊക്കെ ആയിട്ട് മീറ്റിംഗ് കൂടി ക്ഷീണിച്ചിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഞാനൊരു അഭിപ്രായം പറയാം, ഒരു 3 വർഷം ആക്കിയാലോ? 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് അപ്പം ഓപ്ഷൻ വെക്കാം. 3 വർഷം അല്ലെങ്കിൽ 5 വർഷം. 3 വർഷം അല്ല 5 വർഷം. ഒരു കാര്യം ചെയ്യാം, 3 വർഷം എന്ന് പറഞ്ഞ ആൾക്കാർ കൈ പൊന്തിക്കും. ഓക്കെ, ഇനി താത്തിക്കോളൂ. ഇനി 5 വർഷം എന്ന് പറഞ്ഞ ആൾക്കാർ കൈ പൊന്തിക്കും. ഓ, ആൾക്കാർ ആഗ്രഹം കൊണ്ട് മുട്ടിക്കാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്, അള്ളാഹു തൗഫീക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് 3 വർഷം കൊണ്ട് നമുക്കൊരു പരിപാടി. അതില്ല, അത് പറ്റൂല. രണ്ട് ഈ ക്ഷീണം തീരൂല ഇൻഷാ അല്ലാഹ്. അപ്പോൾ അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു പരിപാടിക്ക് വേണ്ടി ആസൂത്രണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല, നമ്മൾ വേറെയും പരിപാടികൾ നമ്മളെ ഈ സംഘവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ പരിപാടി 2 പരിപാടിയാണ് ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒരു മസ്ലഹത്ത് കമ്മിറ്റി അല്ല മസ്ലഹത്ത് ടീം ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. മസ്ലഹത്ത് എന്ന് പറയുമ്പം എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയില്ല. അത് നമ്മളുടെ കുടുംബങ്ങളിൽ നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് അല്ല പല സമയങ്ങളിലായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പരിപാടി, ഒരു വിഷയമാണ് തമ്മിലുള്ള പിണക്കങ്ങൾ, അല്ലെങ്കിൽ തെറ്റി നിൽക്കുക, അല്ലെങ്കിൽ സ്വന്തം ചോരകൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രയാസങ്ങൾ കൊണ്ട് മാറി നിൽക്കുക. ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങൾ നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. അപ്പോൾ അതൊരു വർഷങ്ങളായിട്ട് നീണ്ടു നിൽക്കുകയും പിന്നെ അത് ആരും ശ്രദ്ധിക്കാതെ ചില സമയത്ത് പുറത്ത് ഉള്ള ആളുകൾ ഇടപെട്ട് തീർക്കുക, ഇങ്ങനെയൊക്കെ ഒരു വിഷയങ്ങളുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു പരിഹാരം എന്ന നിലക്ക് നമ്മൾ ഒരു മസ്ലഹത്ത് കമ്മിറ്റി കൂടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇൻഷാ അല്ലാഹ് ആ കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ 3 ഫാമിലി, ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടല്ലോ ഫാമിലി ട്രീ ഒക്കെ കണ്ടതാണ്. അപ്പോൾ 3 ഫാമിലിൻ്റെ ഭാഗത്തു നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മസ്ലഹത്ത് കമ്മിറ്റി നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിൻ്റെ പ്രഖ്യാപനം ഉടനെ ഉണ്ടാവും. നമ്മളെ ചെയർമാൻ അത് ഇപ്പോൾ ഉടനെ പ്രഖ്യാപിക്കും ഇൻഷാ അല്ലാഹ്. അത് മാത്രമല്ല, അത് കൂടാതെ ഇതേപോലെ തന്നെ വേറൊരു വിഷയമാണ് നമ്മളുടെ കുടുംബത്തിൽ സാമ്പത്തികമായിട്ട് അല്ലെങ്കിൽ അതേപോലെ ചില കേസുകൾ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, അതെ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ആശുപത്രി മറ്റേതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ സാമ്പത്തികമായിട്ട് ഒരു പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. ചില ആളുകളത് പുറത്ത് പറയും, ചില ആളുകൾ പുറത്ത് പറയൂല. ചിലത് നമ്മൾ ഒരുപാട് കഴിഞ്ഞതിന് ശേഷമൊക്കെ ആയിരിക്കും നമ്മൾ ഓരോരുത്തരും അറിയുക. അപ്പോൾ അത് ഈ അറിഞ്ഞ ആൾ ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു പ്രയാസത്തിലൊക്കെ നിൽക്കാറുണ്ട്. അപ്പോൾ ചില സമയത്ത് അത് 1-2 പേര് കൂടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരം ഉണ്ടാക്കുകയും അങ്ങനെയൊക്കെ നമ്മൾ ശ്രമങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന നിലക്ക് നമ്മളുടെ കുടുംബത്തിൽ വരുന്ന ഇങ്ങനത്തെ വിഷയങ്ങൾ അത് നിങ്ങളുടെ അറിവിലേക്കും കൂടിയാണ്. ഇപ്പോൾ ഈ 2 വിഷയങ്ങളും നിങ്ങളുടെ അറിവിലേക്കും കൂടിയാണ്. അപ്പോൾ ഈ കമ്മിറ്റിയെ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.
ഇപ്പം നമ്മളെ വീട്ടിൽ ആരെങ്കിലും ഇങ്ങനെ പിണക്കങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ അല്ലെങ്കിൽ പ്രയാസമുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ടെങ്കിൽ അത് ഈ കമ്മിറ്റിയെ അല്ലെങ്കിൽ ചെയർമാനെ അറിയിക്കുക എന്നുള്ളത് നിങ്ങളുടെ അറിവിലേക്കും അത് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വം കൂടിയാണ് എന്ന് ഞാൻ അറിയിക്കേണ്ടത്. അതേപോലെ തന്നെ നമ്മൾ ട്രസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ കടങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഇങ്ങനെ വരുന്ന പ്രയാസങ്ങൾ, സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രയാസങ്ങൾക്ക് വേണ്ടി നമ്മൾ ട്രസ്റ്റ് രൂപീകരിക്കാൻ എല്ലാവരും, നമ്മളെ എല്ലാ അംഗങ്ങളും ഉൾപ്പെട്ട ഒരു ട്രസ്റ്റ് ഉണ്ടാവും. അവർക്ക് നിശ്ചിത സംഖ്യ, അതിൻ്റെ നിയമാവളികളൊക്കെ ഇൻഷാല്ലോ നമുക്ക് അടുത്ത് തന്നെ അത് പ്രഖ്യാപിക്കും. ഏതായാലും അത് നമ്മളെ ഗ്രൂപ്പിലേക്ക് വരും. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു ട്രസ്റ്റ് അംഗങ്ങളെ തീരുമാനിക്കാൻ, അതായത് ഒരു കോർ അംഗങ്ങളെ തീരുമാനിക്കുക എന്നുള്ള ഒരു തീരുമാനമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതിലും ആ കോർ ടീമിൽ ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയർമാൻ ഇപ്പം ഇവിടെ നമുക്ക് അഷ്റഫാക്ക ഇവിടെ പ്രഖ്യാപിക്കും. അതിനായി ഞാൻ അഷ്റഫാക്കിനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. നമ്മുടെ CA കുടുംബസംഗമം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെ 2 കമ്മിറ്റികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് നമ്മളെ കുടുംബത്തിലുള്ള ആർക്കും ഈ മസ്ലഹത്ത് കമ്മിറ്റി ആയാലും ചാരിറ്റബിൾ കമ്മിറ്റി ആയാലും അവരുമായിട്ട് എപ്പോഴും ബന്ധപ്പെടാം. നിങ്ങളെ സ്വകാര്യ ദുഃഖങ്ങളുണ്ടാവും, അല്ലാത്ത ദുഃഖങ്ങളുണ്ടാവും, കേസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും, രോഗസംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതിൽ അയ്യൂബ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ ഈ 2 കമ്മിറ്റിയിൽ ഏതെങ്കിലും വ്യക്തികളെ ബന്ധപ്പെടുക. പിന്നെ അത് പരിഹാരമാവാതാണെങ്കിൽ വേറെ ഒരു മെമ്പറെ നിങ്ങൾ വിളിച്ച് പറയുക. അങ്ങനെ പരിഹാരമാവാതെ വരികയാണെങ്കിൽ. അപ്പോൾ മസാലത്ത് കമ്മിറ്റിയിൽ അഷ്റഫ് CA, അയ്യൂബ് CA, റഫീഖ് C, ഫിർദോസ് KV, നാസർ TKN, ആമിന CP, കബീർ CA. ചാരിറ്റബിൾ സൊസൈറ്റിയിൽ സാക്കിർ CA, കോയ കൂട്ടായി, ഇസ്മായിൽ CA, ഷാജി ചമ്മാട്, ഖാദർ AT, ഉസ്മാൻ P, ഹാരിസ് TKN എന്നീ മെമ്പർമാരാണ് ഉള്ളത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളോ ഇനി അനൈക്യങ്ങളോ വേറെ എന്തെങ്കിലും രോഗത്തിൻ്റെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ ഹോസ്പിറ്റലിൽ നിൽക്കാനുള്ള ചിലർക്ക് പൈസ ഉണ്ടാവും, ചിലപ്പോൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ആൾക്കാരുണ്ടാവില്ല, ഗൾഫിലുള്ളവരുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഈ ആൾക്കാരോട് ബന്ധപ്പെട്ടാൽ നമുക്ക് അതിന് വേണ്ടമാതിലുള്ള പരിഹാരം ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ബന്ധപ്പെടുക. ഈ സംഗമത്തിന് വന്ന എല്ലാവർക്കും ഞാൻ ഒന്നുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഗ്രൂപ്പിൽ ഇതിൻ്റെ വിശദീകരണവും ഈ ഫോൺ നമ്പറുണ്ടാവും. കൂടാതെ ഈ സംഗമത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ ഞങ്ങളൊരു 3-4 ദിവസത്തിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നതാണ്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിദീന ബിറല്ലാഹി അമ്മാ ബഅദ്. പ്രിയങ്കരായ CA ഫാമിലിയിലെ കുടുംബാംഗങ്ങൾ, ഏകദേശം 10 മാസത്തെ കഠിന പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ള വളരെ സന്തോഷകരമായ സമാപത്തിലേക്ക് നമ്മളെ പരിപാടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പ്രതീക്ഷിച്ച ഏറെ നമ്മൾ ഈ ദിവസം ആരംഭിക്കുന്നത് വരെയും നമ്മളെ ഏറെ വ്യാകുലപ്പെടുത്തിക്കൊണ്ടിരുന്ന വിഷയം സാമ്പത്തികമായിരുന്നു. സാമ്പത്തികം നമ്മൾ പ്രതീക്ഷിച്ച വിധത്തിൽ വന്നില്ല എന്നുള്ള ആ ഒരു ആശങ്ക നമ്മളെ ഗ്രൂപ്പുകളിലൂടെ നമ്മൾ നിരന്തരം ആവർത്തിച്ചിരുന്നു. അൽഹംദുലില്ലാ. പക്ഷേ നമ്മളിവിടെ വന്നപ്പോൾ ചിത്രം മാറി. നമ്മുടെ ഈ ഒരു പരിപാടി കടമില്ലാതെ അല്പമെങ്കിലും ലാഭകരമായ അവസ്ഥയിൽ സമാപിക്കും എന്നാണ് ഞങ്ങളുടെ അവസാന വട്ടത്തെ ഒരു കണക്കുകൂട്ടലിൽ നിന്ന് മനസ്സിലാവുന്നത്. അത് തീർച്ചയായും ഈ കുടുംബത്തിലെ എല്ലാ ആളുകളും, ഒരു കുടുംബം ഒഴികെ അല്ലാതെ ആരും വിട്ടുപോയിട്ടില്ല. എല്ലാവരും അവരെ കൊണ്ട് കഴിയുന്നതിലധികം കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഈ ഒരു പരിപാടി ഈ രൂപത്തിലേക്ക് വളർത്തി വിജയിപ്പിക്കാൻ പറ്റുന്ന രൂപത്തിലേക്ക് എത്തിച്ചത്. അത് അവസാന നിമിഷം മാത്രം അറിഞ്ഞതുകൊണ്ട് എന്ത് സംഭവിച്ചത്, നമ്മൾക്ക് കുറേ കൂടി നമ്മുടെ ഫുഡിൻ്റെ വിഷയത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ലാവിഷാക്കണം എന്നുള്ളൊരു ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സാമ്പത്തികം ഇങ്ങനെ മന്ദഗതിയിലായപ്പോൾ നമ്മൾ വലിയൊരു വെട്ടിച്ചുരുക്കളൊക്കെ നടത്തിയിട്ടാണ് ഇന്നത്തെ ഈ ഫുഡ് മെനു നമ്മൾ അറേഞ്ച് ചെയ്തത്. പക്ഷേ ഇപ്പോൾ നമ്മൾ ആലോചിച്ച് പോവുകയാണ്, ഇങ്ങനെ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയാക്കിയിട്ട് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു എന്നുള്ളതൊക്കെ നമ്മളിപ്പോൾ ചിന്തിക്കുകയാണ്. പക്ഷേ ആ ഒരു ആശങ്ക ഉള്ളത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, കുറച്ചൊക്കെ വളരെയധികം വെട്ടിച്ചുരുക്കിയെന്ന് തന്നെ പറയാം. അതിലുള്ള ബുദ്ധിമുട്ടുകൾ സദയം നിങ്ങൾ ക്ഷമിക്കണമെന്ന് ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ്.
പിന്നെ ഇവിടെ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഒരു കാര്യം പറഞ്ഞു. അതിൽ നമ്മൾ രോഗം, ചികിത്സ, വീട്, അതുപോലെ തന്നെയാണ് വിദ്യാഭ്യാസം എന്നുള്ള സംഗതി. കാരണം പഠിക്കാൻ കഴിവുള്ള കുട്ടികളുണ്ടാകും, പക്ഷേ കാശ് കൊടുത്ത് പഠിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത്. കാശ് കൊടുത്താൽ പോലും പഠിക്കാൻ പറ്റുന്ന സാഹചര്യമില്ല. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ഈ ഒരു സമിതിയുടെ കഴിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള സപ്പോർട്ട് കൊടുക്കാൻ എന്തായിരുന്നാലും ഇൻഷാ അല്ലാഹ് അവർ ശ്രമിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതിൻ്റെ കോർ കമ്മിറ്റിയാണ് ഇപ്പോൾ അനൗൺസ് ചെയ്തത്. അതിൻ്റെ സബ്ബായിട്ട് നമ്മുടെ കുടുംബത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള, വിദ്യാർത്ഥികളായിട്ടുള്ള, കഴിവുള്ള, ആലോചനാശേഷിയുള്ള ആളുകളെ കൂടി നമ്മൾ എന്ത് ചെയ്യും, ആ സമിതിയിലേക്ക് ഇൻഷാ അല്ലാഹ് കൂട്ടിച്ചേർക്കും. അത് ആ കോർ കമ്മിറ്റി ചേരുകയും അതിന് പറ്റുന്ന ചെറുപ്പക്കാരെ അതിലേക്ക് ഇൻഷാ അല്ലാഹ് ആഡ് ചെയ്യുകയും ചെയ്യും. ഈ മസ്ലഹത്ത് സമിതി എന്നുള്ളത് അതിൻ്റെ ഒരു കോർ കമ്മിറ്റി തന്നെയാണ്. അതിന് പിന്നെ അവർ ആഡ് ചെയ്യുന്ന സാഹചര്യം ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നില്ല. നിങ്ങൾക്ക് ഈ അഷ്റഫാക്ക അയ്യൂബാക്കിയും സൂചിപ്പിച്ചു കഴിഞ്ഞതാണ്. നമ്മുടെ വീട്ടുമായി ബന്ധപ്പെട്ട്, കുടുംബവുമായി ബന്ധപ്പെട്ട്, സ്വത്ത് തർക്കവുമായി ബന്ധപ്പെട്ട്, പിന്നെ വൈവാഹികമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൂടി വരുന്ന സാഹചര്യങ്ങളാണ്. അപ്പോൾ ആ വിഷയത്തിലേക്ക് ആദ്യം സമീപിക്കുന്ന സമിതി ഇതായി മാറണം. നമ്മുടെ കുടുംബത്തിൽ ആ ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അറിയുന്ന സമിതി ഇതായി മാറണം. ഇങ്ങനെ എന്താ, വേറെ പുറത്തേക്കൊന്നും പോവാതെ അതതിൻ്റെ എല്ലാ രഹസ്യ സ്വഭാവവും സൂക്ഷിച്ചുകൊണ്ട് തന്നെ അത് ഏറ്റവും പക്വമായ രൂപത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സമിതിയെയാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ധൈര്യപൂർവ്വം ഇൻഷാ അല്ലാഹ് അങ്ങനെ ഇഷ്യൂസ് വരുന്ന സമയത്ത് ഈ സമിതിയെ അയാളുടെ ഏറ്റവും സമിതി എന്ന് ഉദ്ദേശിക്കുന്ന അതിൽപ്പെട്ട ആരെയും നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങൾക്ക് ട്രസ്റ്റ് തോന്നുന്ന ആരെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ വിഷയവുമായി ബന്ധപ്പെട്ട് സമീപിക്കാം. ആ സമിതി അത് കൂടി ആലോചിക്കുകയും അതിൻ്റെ വിഷയത്തിൽ നിന്നുകൊണ്ട് നീതിപൂർവമായി തന്നെ ഇടപെട്ടുകൊണ്ട് ആ പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുമെന്നാണ് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. പിന്നെ ഏതായിരുന്നാലും നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. അവസാനത്തെ ഒരു കൂട്ടപ്പൊരിച്ചിൽ ഇൻഷാ അല്ലാഹ് നിസാർ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൂടി കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടാണ് പിരിയേണ്ടത്. ഒരാൾ പോലും ഭക്ഷണം കഴിക്കാതെ പോകരുത്. കാരണം നമ്മൾ വേസ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാക്കരുത്. അഥവാ ആർക്കെങ്കിലും ഭക്ഷണം ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ എന്താ പാക്കറ്റിലാക്കിയിട്ടെങ്കിലും എന്ത് ചെയ്യണം, നിങ്ങൾ വാങ്ങിച്ചിട്ട് പോകണം. കാരണം അല്ലെങ്കിൽ ഭക്ഷണം നമ്മൾ വേസ്റ്റായി പോകുന്ന സാഹചര്യം ഉണ്ടാകും. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാര്യം ശ്രദ്ധിക്കുക. ആരെങ്കിലും നമ്മൾ ഗിഫ്റ്റ്, മെമൻറ്റോ ഗിഫ്റ്റ്, പിന്നെ മെമ്മറി ഗിഫ്റ്റ് വാങ്ങിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഷാരിസിനെ സമീപിച്ചു കഴിഞ്ഞാൽ അത് കിട്ടും എന്നാണ് പറയാനുള്ളത്. ഏതായിരുന്നാലും ഈ ഒരു രാവിലെ ഏകദേശം 8 മണിക്കൊക്കെ എത്തിയ ആളുകളുണ്ട്. വളരെ ക്ഷമയോടുകൂടി, വലിയ ആവേശമോ ആഘോഷമോ ഒന്നുമില്ലാത്ത വളരെ ചെറിയ ചെറിയ കുട്ടികളുടെ, പിഞ്ചു പൈതങ്ങളുടെ രസകരമായ കുറച്ച് പരിപാടികളും നമുക്ക് വിരസമെന്ന് തോന്നുന്ന കുറേ പരിചയപ്പെടുത്തുന്ന സെഷനൊക്കെയാണ് കടന്നു പോയത്. എന്നാൽ പോലും അവിടെയൊക്കെ വളരെ താല്പര്യപൂർവ്വം നിങ്ങളതൊക്കെ കേട്ടിരുന്നു, സഹിച്ചു. പിന്നെ നമ്മുടെ സാമ്പത്തിക പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് AC ഫുൾ ടൈം ഓൺ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു ചൂടും പ്രയാസമൊക്കെ അതും വേറെ നിങ്ങൾ സഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിന്നെ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് തന്നെ നിങ്ങൾ ക്ഷമിക്കും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഏതായിരുന്നാലും പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഞാൻ ഒരാൾക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പരിപാടിയുടെ ഒരു റിവ്യൂ, ഒരു അവലോകനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെ നമ്മുടെ ഗ്രൂപ്പിൽ, CA ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും തോന്നിയത് ടെക്സ്റ്റായിട്ടോ വോയിസ് ആയിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ആ റിവ്യൂവിൽ അത് പോസിറ്റീവ് മാത്രമാവരുത്, വിമർശനാത്മകമായി തന്നെ ഈ ഒരു പരിപാടിയെ നിങ്ങൾ നോക്കിക്കാണുകയും എവിടെയൊക്കെയോ വിമർശിക്കേണ്ട സംഗതികളുണ്ടോ അതൊക്കെ കൃത്യമായും പച്ചയായും വിമർശിക്കുകയും അപ്രീഷിയേറ്റ് ചെയ്യേണ്ട സംഗതികളുണ്ടെങ്കിൽ അത് എടുത്തു പറയുകയും എവിടെയെങ്കിലും ഇനി നന്നാക്കാമായിരുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങളുണ്ട് അത് പറയുകയും ഒഴിവാക്കേണ്ട സംഗതികളുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു നല്ല റിവ്യൂ ഈ കുടുംബ അംഗങ്ങളിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വോയിസ് ആയിട്ടോ ടെക്സ്റ്റായിട്ടോ അത് നിങ്ങളുടെ ആ ഫാമിലി ഗ്രൂപ്പിൽ ഇട്ട് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമുക്കത് കേൾക്കാനും വായിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനൊക്കെ കഴിയും. അവലോകന മീറ്റിംഗ് ഇൻഷാ അല്ലാഹ് നമ്മുടെ ഈ ഓർഗനൈസിംഗ് കമ്മിറ്റിയുടെ മീറ്റിംഗ് അടുത്ത 10-ാം തീയതി മഗ്‌രിബിന് ശേഷം അഷ്റഫാഖാൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ചേരുക. അപ്പോൾ ഒഫീഷ്യൽ, അതായത് ഓർഗനൈസിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാവരും, നാട്ടിലുള്ള എല്ലാ ആളുകളും അന്നേ ദിവസം 10-ാം തീയതി അഷ്റഫാഖാൻ്റെ വീട്ടിലേക്ക് എത്തിച്ചേരണമെന്നും കൂടി അറിയിക്കുകയാണ്. ഒരാളെയും പേരെടുത്ത് പറയാതെ നന്ദി ഒറ്റ വാക്കിൽ ഒതുക്കുകയാണ്. നന്ദി, നന്ദി, നന്ദി. അൽഹംദുലില്ലാഹ്. എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.